ഹലോ, അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ. ഞാൻ യൂനസ് കോട്ടക്കൽ. എന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഫൈസൽ മാസ്റ്റർ കോട്ടക്കൽ, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. മില്ലറ്റിനെ കുറിച്ച് ഞാൻ അതിൽ സംസാരിച്ചിട്ടുണ്ട്. കുറെ ആളുകൾ വിളിച്ചിരുന്നു, കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. ഇഷ്ടംപോലെ ആളുകൾക്ക് ഷുഗർ എന്ന രോഗം കുറഞ്ഞു, ഗുളിക നിർത്തി. കുറെ ആളുകൾ ഹിസ്റ്ററികൾ, അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട് അത് കേട്ടപ്പോ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ചില ആളുകൾ ഗുളിക കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഷുഗർ മാറൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എങ്കിൽ 100% ഞാൻ നിങ്ങളെ ഷുഗറിന്റെ ഗുളിക കുടിക്കൽ നിർത്തിത്തരാം, അതുപോലെ തന്നെ ഷുഗർ മാറ്റിത്തരാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാനിവിടെ അബുദാബിയിലുണ്ട്. ഞാൻ നാട്ടിൽ കോട്ടക്കൽ ചൂനൂർ എന്ന സ്ഥലത്തുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോ അങ്ങനെ സംശയമുള്ള ആളുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടാം. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഷുഗർ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇത് ഡോക്ടറേറ്റ് പോകുന്നു, ഗുളിക കുടിക്കുന്നു. ഡോക്ടർ ഗുളിക കുടിക്കാൻ പറഞ്ഞു. അവരെന്താ പഠിച്ചത്? ഒരാള് BP ആയിട്ട് ഒരു ഡോക്ടറെ മുന്നിൽ ചെന്ന് അവരെന്താ ചെയ്യുക? BP ഗുളിക ചെയ്താ അവർ പഠിച്ചത് അവർ പാടുള്ളൂ. അവരെ കുറ്റമായിട്ട് കാര്യമില്ല. കാരണം ജനങ്ങൾ കൺട്രോൾ ചെയ്യൂല, കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന വെച്ചിട്ട് അവർക്ക് അത് ചെയ്തു തരാൻ പറ്റുള്ളൂ. ഷുഗർ കൂടി അവർ ഗുളിക ചെയ്തുള്ളൂ. പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾ 100% വരും എന്ന് ഉറപ്പാണ്. ഗുളിക കഴിച്ചിട്ട് ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും നിങ്ങൾക്ക് ശരീരത്തിൽ നിന്ന് പോകില്ല. ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും, ബ്ലഡിൽ കാണാൻ കഴിയൂല. അത് ശരി തന്നെയാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, നമ്മൾ ഇത് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ബ്ലഡിൽ കാണാൻ കഴിയൂല. ഇത് റിവേഴ്സ് പോയിട്ട് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മളെ ലിവറിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന ഈ ഫുഡ് കഴിച്ചിട്ട് പല ആളുകൾക്കും മാറിയിട്ടുണ്ട്. ഞാന് ഫൈസൽ മാഷ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, വൈകാതെ നമ്മളെ നാട്ടിലെ ഡയാലിസിസ് സെന്ററുകൾ വീട്ടിലെത്തുന്നു. അതിപ്പോ 1.5 മാസം മുന്നേ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു, ഡയാലിസിസ് യൂണിറ്റുകൾ ഇനി വീട്ടിലെത്തുന്നു. കാരണം ആളുകൾ, ഡയാലിസിസ് പേഷ്യന്റുകൾ കൂടിയിട്ട് ഹോസ്പിറ്റലുകൾ സ്ഥലമില്ല. ഡയാലിസിസ് സെന്ററുകൾ ഇങ്ങനെ കൂടുകയാണ്, അതിനനുസരിച്ചോ രോഗികളും കൂടുകയാണ്. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, കൃത്യമായ ഒരു ഡയറ്റ്, കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ്. ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. അത് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നത് നമ്മുടെ മസിൽസ് ആണ്. മസിൽസിനെ ടയർഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ മെഡിസിൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഷുഗർ കുറഞ്ഞു, ശരിയാണ്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്റെ വാട്സാപ്പ് നമ്പറോ ഫോൺ നമ്പറോ അവർക്ക് കൊടുക്കരുത്. കാരണം അവർക്ക് വിളിച്ചിട്ട് എനിക്ക് അവരോട് സംസാരിച്ച് മില്ലിടാൻ പറ്റൂല. ഓക്കെ, അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ ജീവനുള്ള കാലത്തോളം ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. എന്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കച്ചവടക്കാരൊന്നല്ല. മില്ലറ്റ് എന്റെ ഒരു വീഡിയോയിലും കാണൂല. എന്റെ അടുത്ത് മില്ലറ്റ് വിൽക്കാനുണ്ട്, ഒന്ന് വാങ്ങിക്കോളിന്ന് ഞാൻ പറഞ്ഞ് ഒരിക്കലും നിങ്ങൾക്ക് കാണൂല. ഞാൻ കച്ചവടക്കാരനല്ല. എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ റിസൾട്ട് മാത്രമാണ് എന്റെ സന്തോഷം. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് പല ആളുകൾക്കും. അറബി വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, അക്കോമഡേഷനിൽ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടൂല യൂണിസ്, അതുകൊണ്ട് നീ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മില്ലിൽ നിന്ന് ഞാൻ കഴിക്കുന്നത് വാങ്ങി പൊടിച്ച പൊടിയും ആ റൈസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പം കൊടുക്കാറുണ്ട്, അതിന് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇപ്പൊ ഒരു 3-4 റിസൾട്ടുകൾ വന്നു. ആളുകളുടെ വളരെ സന്തോഷമായി. അവര് വാട്സപ്പും അവരുടെ റിപ്പോർട്ടും കാണുമ്പോൾ വളരെ സന്തോഷമായി. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാല്, ഈ നമ്മൾ മില്ലറ്റ് കഴിച്ചിട്ട് ഫസ്റ്റ് എന്റെ അടുത്ത് മില്ലറ്റ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരു പരിചയപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്. അദ്ദേഹത്തിന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് ഷുഗർ വന്നിട്ട് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും എന്റെ ഈ ഭക്ഷണ രീതി സ്വീകരിച്ചിട്ട് എന്താ സംഭവിച്ചതെന്നും ഡോക്ടർ ഇനി മെഡിസിൻ എടുക്കണ്ട എന്ന് പറഞ്ഞതും, പിന്നെ ഇതൊക്കെ ഒന്ന് അദ്ദേഹം നിങ്ങളോട് തന്നെ നേരിട്ട് സംസാരിക്കും. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാ ഷുഗർ, അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എല്ലാം പോകും. ഇതേപോലെ ആവും മക്കളെ. ഞാൻ 100% നിങ്ങൾക്ക് ഇത് പറയാം. ഇദ്ദേഹത്തിന്റെ ഒക്കെ വെയിറ്റ് എത്രയെന്ന് പറയാം. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ആവും, സ്ലിം ആവും ശരീരം, അത് ഉറപ്പാണ്. ഷുഗർ പോകും. വളരെ ആക്റ്റീവായിരിക്കും നമ്മള്. ഒരു ക്ഷീണം ഉണ്ടാവില്ല, ഉറക്കുണ്ടാവും, ജോലി ചെയ്യാനും എന്തിനും, കാൽമുട്ട് വേദന, കൈവേദന എല്ലാം മാറും. ഇതൊരു പരസ്യം ചെയ്യല്ല, എല്ലാവർക്കും ഉപകാരപ്പെട്ടു. നിങ്ങളെ പ്രാർത്ഥന മാത്രം എനിക്ക് മതി. ഓക്കെ, സൈനുക്ക പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൈനുദ്ദീൻ. നമ്മളെ യൂനിസ് പറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട്, ഒരു ബുദ്ധിമുട്ടിപ്പില്ല. മറ്റേത് നടക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷുഗർ ഓവറായിരുന്നു. ഷുഗർ 260, 240. ആഫ്റ്റർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 180, 190 അങ്ങനൊക്കെ ആയിരുന്നു. പിന്നെ ഫാസ്റ്റിങ്ങിൽ നോക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ല 160, 140 അങ്ങനെ ലെവലൊക്കെ
ഷുഗർ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഗുളിക കുടിച്ചിട്ടും 2 ടൈമിൽ ഗുളിക കുടിച്ചിട്ടും അങ്ങനെ നേരം കഴിച്ചിട്ടും. അതിനുശേഷമാണ് നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ ഭക്ഷണ രീതി മാറ്റി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ 9 മാസത്തിലേറെയായി ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട്. അത് ആ റിസൾട്ട് എനിക്ക് 2ാമത്തെ മാസത്തിലാണ് കിട്ടി. മൊബൈലുണ്ട് സന്തോഷം കൊണ്ട് 2ാമത്തെ മാസം തന്നെ റിസൾട്ട് കിട്ടി. അതിനുശേഷം തന്നെ ഞാൻ ഗുളിക പെട്ടെന്ന് കുറച്ചില്ല, ഒരു ദിവസം ഒന്നാക്കി. പിന്നെ ഞാൻ അതിന് ശേഷം 1 മാസം കഴിഞ്ഞ ശേഷം നിർത്തി. ഇപ്പൊ ചുരുങ്ങിയ 4-5 മാസം കഴിഞ്ഞു. 5 മാസത്തിലേറായി ഞാൻ ഇപ്പൊ ഗുളിക കുടിക്കുന്നില്ല, തീരെ കുടിക്കുന്നില്ല. ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു നോർമലാണ്, കുഴപ്പമില്ല. വെയിറ്റ് പറഞ്ഞല്ലോ. വെയിറ്റ് ഞാൻ 98 kg 99 kg ഉള്ള ആളായിരുന്നു. ഇപ്പൊ ഒരു 12 kg കുറഞ്ഞു. അന്ന് നിങ്ങൾക്ക് എന്തൊക്കെ? പിന്നെ എന്റെ ശരീരത്തില് ഉള്ള വേദനകള്, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ നെരിയാണി വേദന, നടക്കാൻ പറ്റില്ല, കൂടുതൽ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, കൂടുതൽ നടക്കാൻ പറ്റില്ല. ഞാനും എന്റെ ഫാമിലിയോട് നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ പോകറിയും. കാരണം എനിക്ക് നടന്നിട്ട് അവരെ കൂടെ എത്താൻ പറ്റാത്ത വെയിറ്റും കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് സ്റ്റെപ്പ് ഞാൻ ഓടിക്കയറും. നമ്മള് ശരീരം ആക്റ്റീവായി, നമ്മുടെ ശരീരം തന്നെ ഫ്രീ ആയി പോയി. വളരെ ഫ്രീ ആയി, തന്നെ വളരെ ഫ്രീ ആയി. കാരണം എന്തോ ഒരു ഉന്മേഷം, ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടി. കാരണം നമ്മള് ഗുളിക കുടിക്കുന്നില്ലല്ലോ. ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇറച്ചി മീനെല്ലാം എല്ലാം കഴിക്കുന്നുണ്ട്. ചോറ് കഴിക്കുന്നില്ല, ഈ ഐറ്റംസ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നില്ല. ഇല്ല. ഇപ്പൊ യൂണിസ് പറഞ്ഞ മില്ലറ്റ് അതുപോലെ തന്നെ രാഗി ഓർഡർ ചെയ്തുകൊണ്ട് ആ ഒരു ഇത് മാത്രമേ ഭക്ഷണ രീതിയാണ് ഇപ്പൊ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കുറെ പ്രോഡക്റ്റ് കഴിച്ചിരുന്നില്ലേ? പല ഐറ്റംസും കഴിക്കും. നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ നമ്പറോ വാട്സപ്പോ അവർക്ക് കൊടുക്കരുത്. കാരണം അവരെ ബിസിനസ് ഇപ്പൊ നിങ്ങൾ നിർത്തി, അപ്പൊ അവരെ ബിസിനസിന് ബാധിക്കണത്. കാരണം ഇത് അപ്പൊ അവര് അതിന് പ്രതികരിക്കും. അതുകൊണ്ട് എനിക്ക് അവരായിട്ടൊന്നും തർക്കിക്കാനുള്ള നേരമില്ല. ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യമില്ല. വേണ്ടവർ സ്വീകരിക്കുക, വേണ്ടാത്തവർ അത് പാത്തിരിക്കുക. ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പോവുക, അല്ലാത്തവർ ഡയാലിസിസിന് പോവുക. അത് ഇവര് കൂടി ഗുളിക കുടിച്ചിട്ട് ഗുളിക കുടിച്ചു കഴിഞ്ഞാൽ ഓവറായി കഴിഞ്ഞാൽ തന്നെ അവസ്ഥ ഉണ്ടാവില്ലേ? നമ്മളെ കിഡ്നിക്ക് ബാധിക്കും, പിന്നെ ലിവറിന് ബാധിക്കും, എല്ലാ അവയവങ്ങൾക്കും ബാധിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് പഴയ കാലത്തെ ഭക്ഷണ രീതിയാണത്. ഈ പഴയ കാലത്തെ ഭക്ഷണ രീതിയിലോട്ടാണ് നമ്മൾ യൂണിസ് കൊണ്ടുപോയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് വേറെ ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശ്രദ്ധിച്ചാൽ നമ്മളെ ശരീരം നല്ല ആരോഗ്യവാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളിപ്പോ ഓക്കെ അല്ലേ? ഞാനും ഓക്കെയാണ്, എന്റെ ഫാമിലി ഓക്കെ. പിന്നെ എന്റെ ജ്യേഷ്ഠന് നാട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഞാൻ പറഞ്ഞു ശേഷം അവരും കഴിക്കുന്നുണ്ട്. അവർക്കും കുറെയൊക്കെ കുറവുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇനി ഒരു പേഷ്യന്റും ഡയാലിസിസ് സെന്ററിലേക്ക് പോകരുത്. ഡയാലിസിസ് സെന്റർ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അത് കൂടുകയാണ്, രോഗികളും കൂടുകയാണ്. കൂടും, രോഗികൾ കുറഞ്ഞാലേ അത് കുറയുള്ളൂ. നമുക്ക് നമ്മുടെ നാട്ടിലെ ഡയാലിസിസ് സെന്ററുകൾ സ്കൂളുകളാക്കണം. അതെ, ഡയാലിസിസ് സെന്റർ വേണ്ട. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള തലമുറക്ക് നല്ല ഉപകാരപ്പെടട്ടെ. 15-20 വയസ്സായ കുട്ടികൾക്ക് വരെ ഇൻസുലിൻ എടുക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ആർത്തിയുള്ളവർക്ക് പറ്റില്ല. അല്ല, ഇത് കഴിക്കാം. ഇത് നല്ല രുചിയിൽ ഉണ്ടാക്കാം. ഇത് പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം. എല്ലാം വാരി വലിച്ചിട്ട് അടിക്കുന്നുണ്ടല്ലോ. ആ ലെവലിലാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ അതിനെ പോകാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് അധ്വാനം കുറവും ഭക്ഷണം കൂടുതലും, അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ 80% കാർബോണ് നമ്മൾ അടിച്ചു കയറ്റുന്നത് മലയാളി. ഈ 10% ഫൈബറും 10% പ്രോട്ടീനും ഫൈബർ അടങ്ങിയ സാധനമാണ് ഇത്. ഫൈബർ പ്രോട്ടീനും ഫൈബറുമാണ് ഇതിന് കിട്ടുന്നത്. ശോധന ഫാറ്റി ലിവർ ഇഷ്ടംപോലെ ആളുകൾ പറയുന്നതാണ്. പിന്നെ വയറുണ്ടല്ലേ സിമ്മാക്കി എടുത്തത് ഇത് ഈ ലെവലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു. ഈ ഫോട്ടത്തിൽ കാണാൻ പറ്റും. വേറെ നോക്കിക്കെടുക്കുന്നത് അത് കാണിച്ചു കൊടുക്കാനാണ് ക്യാമറത്തിൽ. വേണ്ട. ഓക്കെ, ഇത് കണ്ടില്ല നിങ്ങൾ, ഇതുപോലെ ആയി കിട്ടും നിങ്ങൾക്ക് ശരീരം. ഓക്കെ, ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നേരിടുന്നത് വെല്ലി ഫാറ്റ്. എല്ലാം പോകും. അപ്പോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ വീഡിയോ ഇടുന്ന സാധാരണ ഒരു വീഡിയോ ആണ്, അല്ലാതെ കുറെ എഡിറ്റിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പറയാനുള്ളത് കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കഴിച്ചുകൊണ്ടിരിക്കുക, ഈ ഗുളിക കഴിക്കുകയും ചെയ്യുക, ഈ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഡോക്ടർ റിസൾട്ട് കാണിച്ചിട്ട് ഡോക്ടർ പറയും നിങ്ങൾ മരുന്ന് നിർത്തണമെന്ന്. നിർത്തിക്കോളി എന്ന് പറയും നല്ല ഡോക്ടർമാർ. മറ്റുള്ളവർ ഇനി ഷുഗർ മാറിയാലും മരുന്ന് കുടിച്ചോളി എന്നേ പറയുള്ളൂ. കാരണം അവർ പഠിച്ചതേ അവർ പാടുള്ളൂ. അവർക്ക് അവർ ബിസിനസ്സാണ് പലത്. ശരീരം നമ്മളതാണ്, നമ്മൾ നോക്കുക. ഇവിടെ പ്രവാസ ജീവിതത്തിൽ നമ്മൾ 20-30 വർഷം ജോലി ചെയ്തിട്ട് ഈ പൈസ കൊണ്ട് നാട്ടിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് ഒരു പ്രവാസി മിൻസില് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി കൊടുക്കുകയാണ്.
രാവിലെ ബാഗും എടുത്ത് വണ്ടി വിളിച്ച് ഇറങ്ങി വൈഫിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക്. എന്തൊരു ജീവിതമാണിത്! മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പണമല്ല, ആരോഗ്യമാണ്. എന്റെ പോളിസി എന്താന്ന് വെച്ചാല് ഈ വീഡിയോ ചെയ്ത് തീരുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, മരണം മാത്രം. അത് ഏത് നിമിഷം സംഭവിക്കും, എന്ത് കഴിച്ചാലും സമയമായി കഴിഞ്ഞാൽ. പക്ഷെ മരിക്കും വരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരിലേക്ക് എത്തിക്കുക. യൂനസ് കോട്ടക്കൽ. ഓക്കെ, ബൈ ബൈ, മാസലാമ.